ഇന്നലെ ആൾക്കാരോട് ചോദിച്ചു നീ ആരാന്ന്, നിനക്കെന്നെ അപ്പനെ കൊണ്ട് മറ്റേ കല്ലെടുപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പനവിടെ നിന്ന് എസ് ജാനകിയുടെ പാട്ടൊക്കെ കേട്ട് പ്രേക്ഷകർ ചോദിച്ചു ഇവൻ ആരാന്ന്, അപ്പനെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ. ഇവൻ ആരാപ്പാ? അവന്റെ കൈമേലാത്തോണ്ടാ. ഫൈനലി ഇന്ന ബെൻസ് ഇന്ന കേട്ടിരുന്നു കേട്ടാ. അപ്പയൊക്കെ പണ്ട് പഠിക്കാൻ പോയ സ്ഥലം, അപ്പം പഠിക്കാൻ പോയതല്ല കേട്ടോ, അപ്പൊ കറങ്ങാൻ പോയതാ സ്കൂളിൽ. 8ാം ക്ലാസ് വരെ പഠിച്ച ബാക്കി 2 ക്ലാസ് എന്തുകൊണ്ട് പോയില്ല മിസ്റ്റർ കുഞ്ഞുമോൻ? മക്കൾക്ക് വെച്ചു കൊടുക്കും. മടിയന്മാരായിരുന്നു, മടിയന്മാര്. അയ്യോ, അപ്പം പിന്നെ നല്ല ആളായതുകൊണ്ടാണ് 8 വരെ പഠിച്ചത്. മടിയന്മാര് ഫുട്ബോളും കളിച്ച് അപ്പം തിയേറ്ററിൽ കൂടിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ സത്യം വിളിച്ചു പറയും. പാട്ട പിന്നെ എന്നാ ബസിന്റെ പിന്നെ ജീപ്പിന്റെ ഒക്കെ പിന്നെ ടയർ ഉന്തിക്കൊണ്ട് നടക്കും. അപ്പൻ എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പനെ ഇവിടുന്ന് സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ പോലെ മറ്റേ ഇതിലെ കൂടെ നടക്കായിരുന്നു, തിയേറ്ററിൽ കൂടെ. അപ്പന്റെ അമ്മ നമ്മളോട് പറഞ്ഞ മറ്റേ മനീഷ കൊയിലയുടെ ആളായിരുന്നു പപ്പ അല്ലേ. ഇനി എന്നെ നാട്ടിൽ ഞാൻ തിരിച്ചടിക്കും കേട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ടിയില്ല. നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അങ്ങനെ പറയരുത്. അപ്പൻ അന്നത്തെ ക്ലാസ് 8ാം ക്ലാസ് വരെ എത്തിയെന്ന് പറഞ്ഞ പഠിച്ചിട്ട് എത്തിയതാ. അപ്പൻ ഇന്നും വായിക്കാൻ അറിയത്തില്ല, ബൈബിള് മാത്രമേ വായിക്കാൻ അറിയത്തുള്ളൂ. വേറെ എന്താ മോനെ, എന്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല. എന്നെ അപ്പം പഠിപ്പിച്ച കാര്യ എനിക്ക് വായിക്കാൻ അറിയത്തില്ല. എന്റെ കണ്ണാടിയൊക്കെ വെറും പൊട്ട കണ്ണാടി. കണ്ണാടി അങ്ങോട്ട് വീഡിയോ തന്ത കണ്ടു കഴിഞ്ഞാൽ തന്റെ തെറി പറയും. ഞാൻ വരണ്ടായിരുന്നു, എന്റെ അടുത്ത് ബുക്ക് എടുത്ത് തന്നു, എനിക്ക് വായിക്കാൻ അറിയാവാ. ബൈബിളല്ലേ? ബൈബിള് ഞാൻ പെട്ടുപോയി. പിന്നെ ഞങ്ങള് ഉത്തരവാദിത്തം കഴിഞ്ഞപ്പോ അപ്പന് മനസ്സിലായി ഇവരെ കൊണ്ട് കാര്യം നടക്കുന്നത്. അപ്പൊ മൊത്തം ഞങ്ങളുടെ വെള്ളക്ക് വെച്ചിട്ട് അപ്പം പോയി. അപ്പൻ എൻജോയ് നോക്കൂ. ഫൈനലി നമ്മുടെ കുത്തിക്കിടപ്പെല്ലാം കഴിഞ്ഞു.